അസ്സലാമു അലൈക്കും അയ്യുഹത്തുല്ലാബ് മർഹബൻ ബിക്കും ഇലാ സൊഫി സാബിയ. പ്രിയ കുട്ടികളെ, നമ്മൾ ഇതുവരെ പഠിച്ചു വന്നത് ഫസ്റ്റ് ചാപ്റ്ററായ മൻസിലുൽ ജമീൽ, ജമീലിൻ്റെ വീട് എന്ന പാഠഭാഗം. അതൊരു റിപ്പോർട്ടായിരുന്നു. അതിനുശേഷം ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫിയോലു മാലിയായ ഫിയോലുകളെക്കുറിച്ചും ഫിയോലുൽ മുലാരിയായ ഫിയോലുകളെക്കുറിച്ചുമാണ് പഠിക്കുന്നത്. പേജ് നമ്പർ 10 ഏതാനും ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. റെഡ് കളറിലുള്ളത് ശ്രദ്ധിക്കുക. ലാഇബ എന്ന ഫിയോലു മാലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞുപോയ പാസ്റ്റ് ടെൻസ്, കഴിഞ്ഞുപോയ പ്രവർത്തനങ്ങൾക്കാണ് ഫിയോലു മാലി എന്ന് പറയുക. ഫിയോലു മുലാരി എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ്, ഫ്യൂച്ചർ, ഭാവിയിൽ നടക്കാൻ പോകുന്നതും പ്രസൻറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതുമായ പ്രവർത്തനങ്ങളാണ് ഫിയോലു മുലാരിയിൽ പെടുക. ലാഇബ എന്ന ഒരു വേർഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അവൻ കളിച്ചു എന്നതാണ്, കളിച്ചു കഴിഞ്ഞതാണ്. സറ എന്ന് പറഞ്ഞാൽ അവൻ കൃഷി ചെയ്തു, അതും കഴിഞ്ഞ പ്രവർത്തനമാണ്. കത്തബ എന്ന വേർഡ് അത് മുഅന്നസായ കാരണം കത്തബത്ത് എന്ന് ചേർന്നു. അതിനുശേഷം വന്ന വേർഡ് മുഅന്നസായത് കൊണ്ട് കത്തബത്ത് ചേർന്ന് വന്നതാണ്. അവിടെയും എന്താണ് കഴിഞ്ഞുപോയ, എഴുതി കഴിഞ്ഞു. സാഅദത്ത് അവൾ സഹായിച്ചു, അത് കഴിഞ്ഞതാണ്. ഇങ്ങനെയുള്ള എല്ലാ ഫിയോലുകളുമാണ് അഫ്ആലുൽ മാലിയായ ഫിയോലുകൾ എന്നറിയപ്പെടുന്നത്. കഴിഞ്ഞുപോയ പ്രവർത്തനങ്ങളാണ് ഫിയോലു മാലിയിൽ വരിക. എന്നാൽ അഫ്ആലുൽ മുലാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്തഖ്ബിൽ, ഭാവിയിൽ നടക്കുന്നതും ഇപ്പോൾ പ്രസൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നതും. മുലാരിനെ രണ്ടർത്ഥത്തിലാണ് ഉപയോഗിക്കുക. യൽ അബു അവൻ കളിക്കുന്നു അല്ലെങ്കിൽ അവൻ കളിക്കും, ഭാവിയിൽ ചെയ്യാൻ പോകുന്നതും അതേപോലെ തന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും എല്ലാ പ്രവർത്തനവും ഇതിൽ ഉൾപ്പെടും. യസ്റഉ അവൻ കൃഷി ചെയ്യുന്നു അല്ലെങ്കിൽ കൃഷി ചെയ്യും. തക്തുബു അവൾ എഴുതുന്നു അല്ലെങ്കിൽ അവൾ എഴുതും. തുസായിദു അവൾ സഹായിക്കുന്നു അല്ലെങ്കിൽ സഹായിക്കും. മുദക്കറായിട്ടുള്ള ഒരു ഫിയോല് അതിനെ മുഅന്നസാക്കാൻ വേണ്ടി ലാസ്റ്റിൽ സുക്കൂനുള്ള താ ചേർത്ത് കൊടുത്താൽ മതി. ലാഇബ എന്നതിനെ മുദക്കറായിട്ടുള്ള ഒരു ഫിയോലാണത്. താ ചേർത്ത് സുക്കൂനുള്ള താ ചേർത്ത് കൊടുത്താൽ ലാഇബത്ത് അവൾ കളിച്ചു. അപ്പോൾ അതൊരു മുഅന്നസായ വേർഡായിട്ട് മാറുന്നു. ഇനി ലാഇബ ഒരാൾ കളിച്ചു, ലാഇബ അവർ 2 പേര് കളിച്ചു, കുറേ പേർ കളിച്ചു എന്നുള്ളതിന് ലഇബു. 2 മുസന്നാക്കാൻ ഒരു അലിഫിട്ട് നീട്ട് മതി. അതുപോലെ തന്നെ ജം ആക്കാൻ ഒരു വാവും അലിഫും ചേർത്ത് കൊടുക്കുക, കുറേ പേർ ചെയ്തു എന്ന് പറയാൻ. എന്നാൽ മുഅന്നസിൽ ലാസ്റ്റ് താ ചേർത്താൽ, സുക്കൂനുള്ള താ ചേർക്കുമ്പോൾ അത് മുഅന്നസായിട്ട് ആ ഫിയോല് മാറുകയാണ് ലഇബത്ത്. ഇനി 2 സ്ത്രീകൾ എന്നാക്കാൻ ലഇബത്ത് ലഇബത്താ, താഇന് ശേഷം ഒരു അലിഫ് ചേർത്ത് കൊടുക്കുക. എന്നാൽ നൂന് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ അവർ കുറേ സ്ത്രീകൾ കളിച്ചു എന്നാവും. ലഇബ്ന സാധാ നൂന് മതി, നൂനിൻ്റെ ശേഷം അലിഫ് വേണ്ട. ഓക്കെ. എന്നാൽ ഈ ലഇബയെ നീ കളിച്ചു എന്നാക്കണമെങ്കിൽ ലഇബയുടെ ബാഇന് സുക്കൂൻ കൊടുത്തിട്ട് ഒരു താ ചേർത്ത് കൊടുക്കുക. ലഇബ്ത നീ കളിച്ചു, ലഇബ് തുമാ നിങ്ങൾ 2 പേർ കളിച്ചു, ലഇബ് തും നിങ്ങൾ കുറേ പേർ കളിച്ചു എന്നാവും. ഹാലിർ എന്നാൽ അത് മുഅന്നസാക്കിയിട്ട് നീ ഒരു സ്ത്രീ കളിച്ചു എന്നാക്കണമെങ്കിൽ താഇന് ജർ കൊടുക്കുക, കസ്ർ കൊടുത്താൽ മതി. ലഇബ് തി ലഇബ് തുമാ നിങ്ങൾ 2 സ്ത്രീകൾ കളിച്ചു, ലഇബ് തുന്ന നിങ്ങൾ കുറേ സ്ത്രീകൾ കളിച്ചു എന്നായി. എന്നാൽ ഇനി ഞാൻ കളിച്ചു എന്നാക്കണമെങ്കിൽ ലഇബ് തു ലാസ്റ്റിൽ ലൊമ്മുള്ള താ ചേർത്ത് കൊടുക്കുക. ഞാൻ കളിച്ചു, ഞങ്ങൾ കളിച്ചു എന്നാക്കണമെങ്കിൽ ലഇബ് നാ ലാസ്റ്റിൽ നൂനിന് ശേഷം ഒരു അലിഫും ചേർത്തു. മുലാരി ആയ ഫിയോലുകളിൽ ഉദാഹരണമായിട്ട് ഇപ്പോൾ ലഇബയുടെ മുലാരിയെ യൽ അബു. ഈ യൽ അബു അവൻ ഒരു പുരുഷൻ കളിക്കുന്നു അല്ലെങ്കിൽ കളിക്കും. ഇനി 2 പേര് മുസന്നയാക്കുമ്പോൾ അലിഫും നൂനും ചേർത്ത് കൊടുക്കുക. യൽ അബാനി അവർ 2 പേർ കളിക്കുന്നു എന്നായി അല്ലെങ്കിൽ കളിക്കും.
അവർ കുറേ പേര് എന്നാക്കാൻ വേണ്ടിയിട്ട് വാവും നൂനും ചേർത്ത് കൊടുക്കുക. എൽ അ ബൂന. ഇനി സ്ത്രീയാണ്, മുഅന്നസ് ആയിട്ടുള്ളതാണ് വേണ്ടതെങ്കിൽ അവിടെ താ ഫസ്റ്റിൽ ചേർത്ത് കൊടുത്താൽ മതി. എൽ അബു എന്നത് തൽ അബു എന്നായിട്ട് മാറുന്നു. അവർ 2 സ്ത്രീകൾ കളിക്കുന്നു അല്ലെങ്കിൽ കളിക്കും. തൽ അബാനി. ഇനി അവർ കുറേ സ്ത്രീകൾ കളിക്കും എന്നാവണമെങ്കിൽ എൽ അബ്ന എന്നാണ് പറയാം. ഇനി ഈ തൽ അബു എന്ന് പറഞ്ഞതുപോലെ തൽ അബു വീണ്ടും വരും. അത് നീ കളിക്കുന്നു അല്ലെങ്കിൽ കളിക്കും എന്ന് മുദക്കറായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. താ ഫസ്റ്റിൽ വന്നത് മുഅന്നസായിട്ടും ഉപയോഗിക്കും. താ ഫസ്റ്റിൽ വന്നുകൊണ്ട് മുദക്കറായിട്ടും മുദക്കർ ഹാലിറായിട്ടും ഉപയോഗിക്കും. നിങ്ങൾ 2 പേർ തൽ അബു തൽ അബാനി തൽ അബൂന വാവും നൂനും ചേർത്തിട്ട് നിങ്ങൾ കുറേ പുരുഷന്മാർ കളിക്കുന്നു അല്ലെങ്കിൽ കളിക്കും എന്നാക്കാൻ പറ്റും. ഇനി മുഅന്നസ് ആയിട്ടുള്ള ഹാലിർ മുഅന്നസ് വരുമ്പോൾ തൽ അബു എന്നത് തൽ അബീന യാ ഉന്നൂനുമാണ് ചേരുക. നീ ഒരു സ്ത്രീ കളിക്കുന്നു അല്ലെങ്കിൽ കളിക്കും. തൽ അബാനി നിങ്ങൾ 2 സ്ത്രീകൾ കളിക്കും. തൽ അബ്ന എന്നാണ് വരിക. നിങ്ങൾ കുറേ സ്ത്രീകൾ കളിക്കും. താ ഫസ്റ്റിലും ലാസ്റ്റ് നൂനും ചേർക്കണം. ഇനി മുഅന്നസും മുദക്കറിലും ഒക്കെ ഞാൻ ചെയ്യുന്നു എന്നാവണമെങ്കിൽ ഞാൻ പ്രവർത്തിക്കും അല്ലെങ്കിൽ ഏതും ഞാൻ എന്നർത്ഥം ഫസ്റ്റിൽ അത് വരണമെങ്കിൽ ഒരു അലിഫ് ഫസ്റ്റ് ചേർത്ത് കൊടുക്കുക. എൽ അബു എന്നത് അൽ അബു എന്നാക്കുക. ഇപ്പോൾ തക്തുബു അക്തുബു എന്നായിട്ട് മാറും. കത്തബ അക്തുബു, ജലസ അജ്ലിസു എന്നൊക്കെ ഞാൻ ചെയ്യുന്നു, ഞാൻ കളിക്കും, ഞാൻ എഴുതും, അങ്ങനെ ഞാൻ എന്നർത്ഥം കിട്ടും. എന്നാൽ നൂന് ഫസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്നർത്ഥമായി തീരും. നൽ അബു എന്ന് അല്ലെങ്കിൽ നമ്മൾ കളിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ കളിക്കുന്നു എന്ന അർത്ഥം വരും. നിങ്ങൾ ധാരാളം ഫിയലുകൾ ഇതുപോലെ എഴുതി നോക്കുക. അതിൻ്റെ ഓരോ മുഅന്നസായിട്ടും മുദക്കറാക്കിയിട്ടും മുസന്നയും ജംഉം അങ്ങനെ കുറേ എഴുതി ബൈ ഹാർട്ട് പഠിക്കുക. ചില വേർഡുകളിൽ ഇതിൽ കുറച്ച് മാറ്റം വരാറുണ്ട്. ഇല്ലത്തിൻ്റെ ഹർഫുകളായിട്ട് വരുന്നത് ഇതിൽ അതിൻ്റെ സൊറഫിൽ കുറച്ച് മാറ്റം വരാറുണ്ട്. നിങ്ങൾക്കതൊന്നും പഠിക്കാനില്ല. ഇപ്പോൾ ഇത്ര മാത്രമാണുള്ളത്. അപ്പോൾ അത് നന്നായി പഠിക്കുക. ഇനി ഇവയുടെ അർത്ഥം നോക്കാം. ലഇബ കളിച്ചു, സാമിറുൻ സാമിർ കളിച്ചു, ഖുറത്തൽ ഖദം ഫുട്ബോൾ കളിച്ചു. ഇവിടെ ലഇബ എന്നത് ഫിയലാണ്, ഫിയലു മാളി. സാമിറുൻ ആരാണ് കളിച്ചത്? സാമിറാണ് കളിച്ചത്. അത് ഫായിലാണ്. ആ സബ്ജക്റ്റ് ആരാണ് ആ പ്രവൃത്തി ചെയ്തത്? സാമിർ സബ്ജക്റ്റാണ്. അതിന് റഫ് ആയിരിക്കും, എപ്പോഴും വം ആയിരിക്കും. ഖുറത്തൽ ഖദമി എന്താണ് കളിച്ചത്? ഫുട്ബോൾ. മഫൂലും ബിഹിയാണ്. അതിന് നസ്ബായിരിക്കും. അതിൻ്റെ കൂടെ മുവാഫുൻ ഇലൈഹിയും ചേർന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് മുവാഫുൻ ഇലൈഹിക്ക് ജറാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് സറഅ ഹാമിദുൻ ഫിൽ ഹക്കിലി. സറഅ കൃഷി ചെയ്തു, ഹാമിദ് ഫിൽ ഹക്കിലി വയലില് പാടത്ത് കൃഷി ചെയ്തു. കത്തബത്ത് അവൾ എഴുതി. നസീമ അദ്ദർസ പാഠം എഴുതി. സഅദത്ത് അവൾ സഹായിച്ചു. ഖദീജ അവൾ സഹായിച്ചു. ആരനെ? ഉമ്മഹ അവളുടെ ഉമ്മയെ. ഇനി അതിൻ്റെ മുളാരി നോക്കൂ. യൽ അബു അവൻ കളിക്കുന്നു അല്ലെങ്കിൽ കളിക്കും. സാമിർ എന്താണ്? ഖുറത്തൽ ഖദമി ഫുട്ബോൾ. യസ്റഉ അവൻ കൃഷി ചെയ്യുന്നു അല്ലെങ്കിൽ കൃഷി ചെയ്യും. ഹാമിദ് ഫിൽ ഹക്കിലി വയലിൽ. തക്തുബു അവൾ എഴുതുന്നു. നസീമ ദർസ പാഠം. തുസായിദു അവൾ സഹായിക്കുന്നു. ഖദീജ അവൾ സഹായിക്കുകയാണ്. ഉമ്മഹ അവളുടെ ഉമ്മയെ. ഇനി നിങ്ങൾക്കുള്ള വർക്ക് തരുന്നത് നഹ്താറു മിനൻ നസ്വി ടെസ്റ്റ്. പാഠഭാഗത്ത് നിന്ന് നിങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? തിരഞ്ഞെടുക്കാം. അൽ ഫിഅലുൽ മാളി, അൽ ഫിഅലുൽ മുളാരി. 2 കോളങ്ങൾ കാണാം. അവിടെ മാളിയായ കോളത്തിൽ മാളിയായ ഫിയലുകൾ എഴുതണം. മുളാരി ആയിട്ടുള്ള കോളത്തിൽ മുളാരി ആയ ഫിയലും. മൻസിലുൽ ലിസമീൽ എന്ന പാഠഭാഗത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള വേർഡ്സിൽ ഏതൊക്കെയാണ് മാളി ആയിട്ടുള്ള ഫിയൽ, ഏതൊക്കെയാണ് മുളാരി ആയിട്ടുള്ള വേർഡുകൾ എന്ന് കണ്ടെത്തുക. നിങ്ങൾ ആ പാരഗ്രാഫ് നന്നായി വായിച്ചവർക്ക് മനസ്സിലാക്കാം. ബന ഇൻഹദമ
ഹദസ, ഫഖദു. ആ വേർഡ്സൊക്കെ വരുന്നത് മാളിയായിട്ടുള്ള ഫിയലാണ്. എന്നാൽ മുളാരി ആയിട്ട് വന്നത് നോക്കൂ. അക്കിഫു, യക്കൂമു, യുസ്ബിഹു, അക്കൂനു. ഇതൊക്കെ മുളാരിയായ ഫിയലുകളാണ്. പേജ് നമ്പർ 11. നഖ്റഉൽ ഖിസ്വ, നമുക്ക് കഥ വായിക്കാം. വനസ്തഹ്രിജുൽ അഫ്ആലുൽ മാളിയ വൽ മുളാരിയ, മാളിയും മുളാരിയുമായിട്ടുള്ള ഫിയലുകളെ നമുക്ക് പുറത്തെടുക്കാം, അതിൽ നിന്ന് തിരഞ്ഞെടുക്കാം. റജഅ ഒനിയുൻ ഇലാ ഖസ്രിഹി ഫീ ലൈലത്തിൻ ബാരിദ റഅൽ ഒനിയു അജൂസൻ യഖിഫു അമാമ ബൈതിഹി ഫസഅലഹു ഹൽ തശ്ഉറു ബിൽ ബർദ് അജാബൽ അജൂസു നഅം ഖാലൽ ഒനിയു അദ്ഖുലുൽ ഖസ്റ വഅമുറു ഖാദിമി അൻ യുഅതീക മിഅതഫൻ ഫഫരിഹൽ അജൂസു വലാകിന്നൽ ഒനിയ നസിയ വഅദഹു ഫിസ്സബാഹി ലം യജിദ് അൽ അജൂസ ബൽ കാനത് ഹുനാക വറഖത്തുൻ കുതിബ ഫീഹാ അയ്യുൽ അഖു കുൻതു അതഹമ്മലുൽ ബർദ തൂലൽ ലൈലത്തി വൻതളർതുക ഇലസ്സബാഹി വലാകിന്നക നസീതനി. എന്താണ് അർത്ഥം എന്ന് നോക്കൂ. റജഅ ഒനിയുൻ, ഒരു ധനികൻ. റജഅ, മടങ്ങി. മടങ്ങി എന്നത് ഫിയലു മാളിയാണ്. ഇലാ ഖസ്രിഹി, തൻ്റെ കൊട്ടാരത്തിലേക്ക്. ഫീ ലൈലത്തിൻ ബാരിദ, തണുത്ത ഒരു രാത്രിയിൽ. റഅൽ ഒനിയു, ആ ധനികൻ കണ്ടു. അജൂസൻ, ഒരു വൃദ്ധനെ. യഖിഫു, അവൻ നിൽക്കുന്നു. നിൽക്കുക എന്ന നിൽക്കുന്നു എന്നത് ഫിയലു മുളാരി ആണ്. അമാമ ബൈതിഹി, അവൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ. ഫസഅലഹു, അപ്പോൾ ആ വൃദ്ധനോട് അവൻ ചോദിക്കുകയാണ്. അൽ തശ്ഉറു ബിൽ ബർദ്, നിങ്ങൾക്ക് തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടോ? അജാബൽ അജൂസു, ആ വൃദ്ധൻ റിപ്ലൈ കൊടുത്തു. നാം, അതെ. കാലൽ ഒനിയു, ആ ധനികൻ പറഞ്ഞു. അദ്ഖുലുൽ ഖസ്റ, ഞാൻ കൊട്ടാരത്തിൽ താങ്കളെ പ്രവേശിപ്പിക്കാം. അദ്ഖുലു എന്നത് ഫിയലു മുളാരി ആണ്. വ ആമുറു, ഞാൻ കൽപ്പിക്കുകയും ചെയ്യാം. ആമുറു എന്നതും ഫിയലു മുളാരി. ഖാദിമി, എൻ്റെ സേവകനോട് എന്ത്? അൻ യുഅതീക, താങ്കൾക്ക് നൽകാൻ. മിഅതഫൻ, ഒരു കോട്ട്. ഫഫരിഹൽ അജൂസു, ആ വൃദ്ധൻ സന്തോഷിച്ചു. ലാകിന്നൽ ഒനിയ, ആ ധനികൻ എന്നാൽ. നസിയ വഅദഹു, തൻ്റെ കരാറ് മറന്നുപോയി. ഫിസ്സബാഹി, പ്രഭാതത്തിൽ. ലം യജിദ് അൽ അജൂസ, ലം യജിദ് അൽ അജൂസ, ആ വൃദ്ധനെ അവൻ കണ്ടെത്തിയില്ല. ബൽ, എന്നാൽ. കാനത്ത് ഹുനാക്ക, അവിടെയുണ്ടായിരുന്നു. വറഖത്തുൻ, ഒരു പേപ്പർ. കുതിബ ഫീഹ, അതിലെഴുതിയിട്ടുണ്ട്. അയ്യു അൽ അഖു, ഏ സഹോദര. കുൻതു അതഹമ്മലു, ഞാൻ വഹിക്കുന്നതായി തീർന്നു. അൽ ബർദ തൂലൽ ലൈല, രാത്രിയുടെ നീളം എനിക്ക് തണുപ്പ് അനുഭവപ്പെടേണ്ടി വന്നു. വൻതളർതുക, താങ്കളെ ഞാൻ പ്രതീക്ഷിച്ചു. ഇലസ്വബാഹി, പ്രഭാതം വരെ. വലാകിന്നക, എന്നാൽ താങ്കൾ. നസീതനി, എന്നെ മറന്നുപോയി. ഈ പാരഗ്രാഫിൽ നിന്ന് മാളിയായ ഫിയല് അതുപോലെ തന്നെ മുളാരി ആയിട്ടുള്ള ഫിയലുകളും നിങ്ങൾ കണ്ടെത്തുക. മാളിയായിട്ടുള്ള ഫിയലുകൾ ഏതൊക്കെയാണ് അതിൽ പെടുന്നത് നോക്കിയേ. റജഅ, റഅ, സഅല, അജാബ, കാല, ഖറജ, നസിയ, കാനത്ത്, കതബ, ഇൻതളറ. എന്നാൽ മുളാരി ആയ ഫിയലുകൾ ഏതൊക്കെ വരും? യഖിഫു, തശ്ഉറു, അദ്ഖുലു, ആമുറു, യുഅതി, യജിദു, അതഹമ്മലു. പ്രിയ കുട്ടികളെ, ഇതുപോലെ ഇനിയും ധാരാളം മാളിയായ ഫിയലുകൾ, മുളാരിയായ ഫിയലുകൾ നിങ്ങൾ കണ്ടെത്തുക. അവയെ മുസന്നയും ജംഉം എല്ലാം ആക്കി നോക്കുക. അർത്ഥങ്ങൾ, ഇവയുടെയൊക്കെ അർത്ഥങ്ങൾ പഠിക്കുക. ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. വബാക്കി അസ്സഫുൽ ഖാദിം. അസ്സലാമ, ശുക്രൻ ലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.